മലപ്പുറത്ത് ഇപ്പോഴും വീട്ടുപ്രസവങ്ങൾ കൂടുതൽ തന്നെ. വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ സംവിധാനങ്ങളോട് കൂടിയ ആശുപത്രികളും ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടവും അവകാശപ്പെടുന്ന സർക്കാരുള്ള കേരളത്തിൽ ഇപ്പോഴും വീട്ടുപ്രസവങ്ങൾക്ക് കുറവില്ല. അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലപ്പുറമാണ്. കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2019 മുതൽ 2026 ജനുവരി വരെയുള്ള 7 വർഷത്തെ കണക്കനുസരിച്ച് 1481 വീട്ടുപ്രസവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ മാത്രമായി നടന്നത്. അതിനു കാരണം ചില മതവിശ്വാസങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഗർഭിണികളെ ആശുപത്രിയിൽ എത്തിക്കാതെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ നിർബന്ധിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇതിലേറെയും മലപ്പുറത്താണ്. അത്യന്തം അപകടകരമായ അവസ്ഥയാണിത്. അതുപോലെ വയനാട്ടിൽ 313ഉം ഇടുക്കിയിൽ 256ഉം വീട്ടുപ്രസവങ്ങളാണ് ഇക്കാലയളവിൽ നടന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 168 വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്താകെ 3369 വീട്ടുപ്രസവങ്ങളാണ് നടന്നത്. എന്നാൽ കണക്കുകൾ അനുസരിച്ച് 2021-22 മുതൽ 2026 ജനുവരി വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്താകെ 30 നവജാത ശിശുക്കളാണ് മരിച്ചത്. 2025-26 ജനുവരി കാലയളവിൽ 2 മാതൃമരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കണക്കുകൾ ഇപ്രകാരമാണെങ്കിൽ സർക്കാർ അവകാശപ്പെടുന്ന ആരോഗ്യ മേഖലയുടെ കുതിച്ചുചാട്ടം എങ്ങോട്ടാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിവരാവകാശം നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ കണക്കുകൾ പുറത്തുവന്നത്.